1.5 വർഷം മുൻപ് ഞാൻ കാനഡയിൽ ഒരു കൺവെൻഷൻ ചെന്നപ്പോൾ നമ്മുടെ ടീമിലുള്ള ഷെറിൻ അവിടെയുണ്ട്. അപ്പോൾ ഷെറിൻ എന്നോട് നേരത്തെ പറഞ്ഞതുപോലെ ഷേർലി എന്നൊരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശ്വാസം മുട്ടലാണ്, വലിയ കഷ്ടതയിലാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വരുന്ന വഴി തന്നെ ഞാനും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒന്നിച്ചുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കാം. അങ്ങനെ അവിടെ ചെന്ന് ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷം തന്നെ അത്ഭുതകരമായിട്ട് ആ ശ്വാസം മുട്ടൽ മാറി. അതൊരു വലിയ സാക്ഷ്യമാണ്. അതിപ്പോൾ നിങ്ങൾ കേൾക്കാം. തമ്പുരാന് ഒത്തിരി അനുഗ്രഹിച്ചു. എനിക്ക് 3 പിള്ളേരാണുള്ളത്. അപ്പം മൂത്തയാളുണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ആളെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് കഫക്കെട്ട് പോലെ തുടങ്ങി. അതൊരു ഭയങ്കര ശ്വാസം മുട്ടൽ, ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പം പല തവണ ഡോക്ടർമാരെ പോയി കണ്ടു, ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തി. അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ലങ്സിൻ്റെ ഫങ്ഷൻ 40% മാത്രമായിട്ട് കുറഞ്ഞു പോയി. അധികം ബ്രീത്ത് ചെയ്യാൻ വയ്യ, അധികം സംസാരിക്കാൻ വയ്യ. ഒത്തിരി നേരം ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. സ്റ്റേഴ്സ് ഒന്നും കയറാൻ വയ്യ. അപ്പം പല മരുന്നുകൾ അവരെനിക്ക് തന്നു. ഞാനതെല്ലാം കഴിച്ചു. എന്നിട്ടും എനിക്ക് ഒത്തിരി ബെറ്ററായില്ല. ഇങ്ങനെ കഷ്ടതയിൽ ഇരിക്കുമായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി, 3ാമത്തെ കൊച്ചിനെ. അപ്പം പല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയൊക്കെ കണ്ടു. അവരെനിക്ക് വേൾഡിൽ ഏറ്റവും മാക്സിമം റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന മെഡിക്കേഷൻ എനിക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത് ഞാനത് കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകമായിട്ട് ബയോളജിക്സ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. ബയോളജിക്സ് ട്രീറ്റ്മെൻറ്റിന് ഒത്തിരി സൈഡ് എഫക്റ്റ് ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് വൈകല്യങ്ങളുണ്ടാകും. അതുകൊണ്ട് അത് റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു മെഡിക്കേഷൻ അല്ല. വേൾഡ് വൈഡിൽ 4 പേർക്ക് മാത്രമേ അവർ പരീക്ഷണം നടത്തിയിട്ടുള്ള മരുന്നില്ല. അപ്പം അത് നിങ്ങളുടെ ഒരു ചോയ്സാണ്, നിങ്ങൾ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. എനിക്കത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായിട്ട്, ഈശോയെ അങ്ങയുടെ ഹിതം മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിക്കണമേ, നിരപ്പുള്ള വഴിയിലൂടെ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകമായിട്ട് ഒത്തിരി വചനങ്ങൾ പറഞ്ഞ് ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ലിബിനും കൂടെ ഒരു തീരുമാനം എടുത്തു, എന്തായാലും മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങൾ മരുന്ന് കണ്ടിന്യൂ ചെയ്തു, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ ഈശോ തന്നു. അതിനുശേഷവും എനിക്ക് ഈ ശ്വാസം മുട്ടൽ തുടർന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പ്രധാനമായിട്ട് നോക്കിയത് എന്തെങ്കിലും വല്ല മുഴയോ ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തി. പക്ഷേ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എൻ്റെ ലങ്സ് ഫങ്ഷൻ 40% തന്നെ തുടർന്നു. അത് കാരണം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. പിന്നീട് എനിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് വീട്ടിലെ ജോലി ചെയ്യാനോ പിള്ളേർക്ക് ഫുഡ് വാരി കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം ഈ ഒത്തിരി സ്റ്റിറോയിഡ് മെഡിക്കേഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് നടക്കാൻ വയ്യ, കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കും, അധികം സംസാരിക്കാൻ വയ്യ, പിള്ളേർക്ക് ഫുഡ് വാരി കൊടുക്കാൻ പോലും പറ്റില്ല. കാരണം കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നതുകൊണ്ട് വീട്ടിൽ ചെറിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ബ്രദർ ഓട്ടോവയിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ചൂടുള്ള സമയത്ത്, ഭയങ്കര ഹ്യൂമിഡായിരിക്കുന്ന അറ്റ്മോസ്ഫിയറിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം വരും. അങ്ങനെ എമർജൻസി ആയിട്ട് ആംബുലൻസ് വിളിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ധ്യാനം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബ്രദറിനെ ഒന്ന് കാണാൻ പറ്റുമോ, പുറത്ത് എവിടെയെങ്കിലും വെച്ച് പാർക്കിംഗ് ലോട്ടിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് കാണാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ഷെറിനോട് ചോദിച്ചു. ഇപ്പോൾ ഷെറിൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ അതിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദറിനെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു. എനിക്ക് ഒട്ടും ഭേദപ്പെടുന്നില്ല, എൻ്റെ ലങ്സ് ഫങ്ഷൻ ഒട്ടും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. അപ്പോൾ വേറൊരു അവസ്ഥയില്ല എന്നുള്ളൊരു രീതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ ധ്യാനം കൂടണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു സമയത്താണ് ബ്രദർ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അതാണ് ഒരു വലിയ ഒരു അത്ഭുതം. ഈശോയാണ് ബ്രദറിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ബ്രദർ വന്നു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, ഷേർലിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഡെലിവറൻസ് കിട്ടിയിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ, ധൈര്യമായിട്ട് ഇന്നത്തെ ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞു. ബ്രദറിൻ്റെ ആ ഒറ്റൊരു വാക്ക് വിശ്വസിച്ച് ഞാൻ ലിവിനും അന്ന് വൈകിട്ടത്തെ ധ്യാനത്തിന് പോയി. അപ്പം അവിടെ വെച്ച് ഞങ്ങൾ ധ്യാനം കൂടി, എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും പോയി. അവിടെ വെച്ച് ലങ്സ് ഫങ്ഷൻ ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റിൽ എനിക്ക് 100% ലങ് ഫങ്ഷൻ തിരിച്ചു കിട്ടി.
ഇവൻ മരുന്നുകൾ എടുത്തിട്ടും ഹീലാകാതിരുന്ന എൻ്റെ അസുഖം പ്രാർത്ഥനയിലൂടെ ഈശോ സൗഖ്യം തന്നു, ഒത്തിരി അനുഗ്രഹം തന്നു. എൻ്റെ പിള്ളേരും കുടുംബമൊക്കെ ആയിട്ട് ഒത്തിരി സന്തോഷമായിട്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നു. ഒത്തിരി നന്ദി ബ്രദർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും ഒക്കെ അതിജീവിക്കുന്ന അത്ഭുതമായ രോഗശാന്തിയാണ് ഷെർലിക്ക് നൽകിയത്. 40% മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലങ്സിനെ ഒരു പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ വലിയ സ്പർശനത്തിൽ ഇപ്പം 100% വർക്ക് ചെയ്യും. 1.5 വർഷം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. ഒരു മരുന്നും എടുക്കുന്നില്ല. എനിക്ക് നന്നായിട്ട് ശ്വസിക്കാം. ചൂടുള്ള ഏത് അറ്റ്മോസ്ഫിയറിലും പോകാം. ഇപ്പോൾ ഭയങ്കര ഹോട്ടാണ്, എന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ബ്രീത്തിങ് പ്രോബ്ലം ഇല്ല. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടികൾക്കും ഞാൻ പോകാറുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഈ ബയോളജിക്സ് ട്രീറ്റ്മെൻറ്റ് ഒത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. അത് ഒരു ഇഞ്ചക്ഷന് $1550 വിലയാവും. അപ്പം എനിക്ക് ഇനി ഒരിക്കലും നാട്ടിൽ വരാൻ പറ്റത്തില്ല. കാരണം ഈ ട്രീറ്റ്മെൻറ്റ് മുടങ്ങി എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ 5 വർഷത്തിന് ശേഷം ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റി. ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കൂട്ടുവാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും തിരിച്ച് നാട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റത്തില്ല. ആ ഒരു ട്രീറ്റ്മെൻറ്റ് മുടക്കിയിട്ട് അത് ഈശോയുടെ വലിയ അനുഗ്രഹമാണ് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത്. നോക്കൂ, ദൈവത്തിൻ്റെ ആ സ്നേഹം എത്ര വലുതാണ്, എത്ര വലുതാണ്. കർത്താവ് അത്ഭുതമായ ഒരു സൗഖ്യം. ഒരു 5 മിനിറ്റ് പ്രാർത്ഥന അല്ലേ? അതെ. ഷെർലിയുടെ വീട്ടിൽ ചെന്നു. ഞാൻ എന്ന് പ്രാർത്ഥിപ്പിച്ചു. ഷെർലിയെ പ്രാർത്ഥിച്ചൊരുക്കി തലയ്ക്ക് വെച്ച് പറഞ്ഞു, ഡെലിവറൻസിന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കർത്താവ് ഹീൽ ചെയ്യുകയാണ്. കാനഡയിൽ മുഴുവൻ ഷെർലിയുടെ സാക്ഷ്യം വലിയൊരു സാക്ഷ്യം അല്ലേ? കാനഡ മുഴുവൻ ദേശത്ത് മലയാളികളുടെ ഇടയിൽ വലിയൊരു സാക്ഷ്യമായിരുന്നു ഷെർലിയുടെ ആ ഹീലിംഗ്. ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. യേശുവാണ് നമ്മൾക്ക് സൗഖ്യം നൽകിയത്. My Savior, oh Jesus.